തിരുവനന്തപുരം മുംബൈ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് AIC 657 എന്ന വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തി. വിമാനത്തിലെ വാഷ്റൂമിൽ ടിഷ്യൂ പേപ്പറിൽ ഭീഷണി സന്ദേശം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ വലിയതുറ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഈ ഭീഷണി സന്ദേശം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമുണ്ടോ? വ്യാജ സന്ദേശമാണ് എന്ന് തന്നെയാണോ കരുതേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. കാരണം കേരള ബോംബ് സ്ക്വാഡ് K9 സ്ക്വാഡ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവർ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും 135 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇത് വിമാനത്തിനുള്ളിലെ വാഷ്റൂമിലുണ്ടായിരുന്ന ടിഷ്യൂവിലാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം കാണപ്പെട്ടത്. അങ്ങനെ ക്രൂ അംഗങ്ങളാണ് ഇത് പൈലറ്റിനെ അറിയിച്ചത്. തുടർന്ന് പൈലറ്റ് ATC, അതായത് എയർ കൺട്രോൾ ട്രാഫിക്കിനെ അടിയന്തരമായി ലാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിലാണ് 8 മണിക്ക് ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് 7:50 അടുപ്പിച്ച് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. എന്തായാലും 135 യാത്രക്കാരാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണമുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും എല്ലാവരുടെയും പേരുവിവരങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്, കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബോംബ് സ്ക്വാഡ് യാത്രക്കാരെ പരിശോധിച്ചു. ഇപ്പോൾ ലഗേജ് പരിശോധനയും പൂർത്തിയായെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇരിക്കുന്നവർ, ഈ മുന്നിലിരിക്കുന്നവരെല്ലാവരും അവരെ കാത്തിരിക്കുന്നവരാണ്. ഈ മുന്നിലിരിക്കുന്ന ആളുകൾ അവരെ കാത്തിരിക്കുന്നവരാണ്. എല്ലാവരും മുംബൈ ഫ്ലൈറ്റിലെത്തിയവരാണ്. അപ്പോൾ അവരോട് വിളിച്ചു പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ അവരെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ആദ്യഘട്ടത്തിൽ 7:40 ഫ്ലൈറ്റ് അടിയന്തരമായി ലാൻഡ് ചെയ്യിക്കുന്നു. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. ശേഷം ഫ്ലൈറ്റിൽ നിന്ന് യാത്രക്കാരെ പരിശോധനകൾക്ക് ശേഷം പ്രത്യേക സ്ഥലത്ത്, അത് വിമാനത്താവളത്തിനുള്ളിൽ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നു. അപ്പോൾ തന്നെ വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി വിശദമായ പരിശോധന നടത്തി. ശേഷമാണ് ആളുകളുടെ ലഗേജ് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഇത്തരത്തിൽ വാഷ്റൂമിലെ ടിഷ്യൂവിലാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ഉണ്ടായിരുന്നത് എന്നറിയുന്നത്. ഇത്തരത്തിൽ രണ്ടാം ഘട്ടമായി ഈ യാത്രക്കാരെ അത്തരത്തിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിനു ശേഷമാണ് യാത്രക്കാർ പുറത്തേക്ക് വരിക. 135 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മധു.